നോർമലി കണ്ടുവരുന്ന പല സീരീസുകളുടെയും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവന്മാർ എങ്ങനെയും ഒക്കെ അലമ്പാക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. എൻ്റെ മോനെ, എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ തോട്ട് അല്ലെങ്കിൽ ഓവറോൾ എന്നെപ്പോലുള്ള പല ആൾക്കാരുടെ ആ ഒരു മെൻറ്റാലിറ്റി തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കിടുക്കൻ ഒരു ഫിനാലയിലേക്കുള്ള ഒരു തുടക്കമാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 കുറിച്ചാണ്. എൻ്റെ മോനെ, നെറ്റ്ഫ്ലിക്സിൻ്റെ ചില സീരീസുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തെ ഒരുമാതിരി അടപടലെ മോശമാക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതേപോലെ ആയിരിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. ബട്ട് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 എൻ്റെ മോനെ ഒരു രക്ഷയില്ല. റിയലി ഡാം ഗുഡ് ഗൈ. ഞാൻ ആക്ച്വലി സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 1, 2 അങ്ങനെയുള്ളത് ഇറങ്ങിയ ടൈമിലൊന്നും കാണാത്തൊരു പേഴ്സൺ. സോ ഐ തിങ്ക് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 3 ഐ തിങ്ക് 2019, ഐ തിങ്ക് സോ 19 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ടൈമിലാണ് ഇത് സീസൺ 3യെ പറ്റി ഞാൻ അറിയുന്നതും. ഇതുപോലെ ഇങ്ങനെ കുറച്ച് പിള്ളേരുടെ ഒരു സംഭവമാണ്, അല്ല ഒരു കുറച്ച് പിള്ളേർ ചേർന്നുള്ള സീരീസ് ആണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. സോ ഞാൻ എന്താ പറയുക, ഐ തിങ്ക് ഞാൻ സീസൺ 3 ഞാൻ കണ്ടു തീർത്തപ്പം എനിക്കൊരു ഫുൾഫില്ല് കിട്ടിയില്ല. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കാണാതെ അതിൻ്റെ ഒരു മിഡിൽ ഭാഗം കണ്ടിട്ട് കാര്യമില്ലല്ലോ. സോ ഞാൻ തീർത്തെങ്കിൽ പോലും സീസൺ 3 തീർത്തെങ്കിൽ പോലും ദെൻ സീസൺ 1ഉം സീസൺ 2ഉം ഇരുന്ന് കണ്ട് ദെൻ ഐ റീവാച്ച്ഡ് സീസൺ 3 അഗൈൻ. സോ ഇത് കണ്ടപ്പം എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി, ഇതെന്താണ്, എങ്ങനെയാണ് ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് സർക്കിളായത്, അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് കോൺടാക്റ്റ് ആയത്, ചെറിയ കുറേ കാര്യങ്ങൾ കിട്ടി. ദെൻ ഇതിങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സീസൺ 4 ഇറങ്ങി, സീസൺ 4 കണ്ടു. ദെൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് ഫൈനലി അതിൻ്റെ സീസൺ 5ലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് സീസൺ 5 ഇറങ്ങി. സീസൺ 5 ഇറങ്ങുന്നതിന് മുമ്പും ഒരുപാട് പ്രൊഡക്ഷൻസും എക്സ്പെക്റ്റേഷൻസും ഒക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു കേട്ടു. ബട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ചില സീരീസുകൾ നമ്മൾ ഇത്രയും എക്സ്പെക്റ്റേഷനോട് കൂടി ഇരുന്ന് കണ്ട് അല്ലെങ്കിൽ കാത്തിരുന്ന് ലാസ്റ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ കുളവാക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാനും ഇരുന്നത്. ബട്ട് എങ്കിൽ പോലും ഈ ഡഫർ ബ്രദേഴ്സിൻ്റെ മേലെ ചെറിയൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന്. ബട്ട് കിട്ടിയ സാധനം എൻ്റെ മോനെ, അവർക്ക് അതായത് നിങ്ങൾ ഇത് ഫുൾ സീസൺസ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, അതായത് നിങ്ങൾ ഇതുവരെ സ്ട്രേഞ്ചർ തിങ്സ് കാണാത്ത ഒരാളാണ്, നിങ്ങളിപ്പം ചില റീൽസുകളിലും അല്ലെങ്കിൽ ചില പോസ്റ്റുകളിലും സീസൺ 5നെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു, ദെൻ നിങ്ങളിത് കാണാൻ ഉള്ള ഒരു ആഗ്രഹത്താൽ നിങ്ങൾ പോയി കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾ മൊത്തം സീരീസും കാണണമെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടാൽ അത്രയും ബെറ്റർ. ബട്ട് നിങ്ങൾ സീസൺ 2 ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ. മറ്റുള്ള സീസൺസുമായിട്ടൊക്കെ ചില കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും സീസൺ 2 ആയിട്ടാണ് കുറച്ചധികം കൂടുതൽ ഒരു കണക്ഷൻ വരുന്നത്. സോ അതുകൊണ്ട് സീസൺ 2 കണ്ടിട്ട് 5 കാണുന്നതായിരിക്കും ബെറ്റർ. ഫുൾ കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അതായത് ദേ നോ, അത് നമ്മൾ ചില എപ്പിസോഡ്സ് അല്ലെങ്കിൽ ചില സീസൺസ് ഒക്കെ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് എന്നൊക്കെ അന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ അവരിവിടേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ മോനെ അതൊക്കെ കൂടെ ഒരു കണക്റ്റ് ആക്കിക്കൊണ്ട്, അതായത് അവിടെ വന്ന് പിന്നീട് കാണാതായ അല്ലെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാതിരുന്ന കുറേ ക്യാരക്ടേഴ്സിനെ അവർ പിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് ആ കൊണ്ടുവരുന്ന രീതിയും പുതിയതായിട്ട് കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് അതെല്ലാം കൂടി ഇങ്ങനെ ബ്ലെൻഡ് ആക്കുന്ന എൻ്റെ മോനെ. അതുപോലെ നിങ്ങളെല്ലാവരും റീൽസിലും പല കാര്യങ്ങളും കണ്ട് കാണും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസിഷൻ. സീരിയസ്ലി ഇറ്റ്സ് എ വാവ് മൊമെൻറ്റ്. അതൊരു കിടുക്കനൊരു വാവ് മൊമെൻ്റ് ആയിരുന്നു അത്. കറൻ്റ്ലി ഇതിൻ്റെ ഒരു 4 എപ്പിസോഡാണ് ഇറങ്ങിയേക്കുന്നത്. സോ ഈ 4 എപ്പിസോഡും എല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ ഒരു 5 മണിക്കൂറിന് മണ്ടയ്ക്ക് വരുന്നതാണ്. ഈ പല കാര്യങ്ങൾക്കിടയ്ക്കും എൻ്റെ വൺ ഓഫ് ദ മെയിൻ കൺസേൺ ആയിരുന്നു ഇതിൻ്റെ ഡ്യൂറേഷൻ ടൈം. അതായത് എല്ലാ എപ്പിസോഡ്സും ഞാൻ അന്ന് കേട്ടിരുന്നത് മോർ ദാൻ 1 ഹവറിന് മണ്ടയ്ക്കുണ്ട് എന്നാണ് കേട്ടിരുന്നത്. സോ അത് ഞാനിങ്ങനെ വിചാരിച്ച് ഇവരെങ്ങനെ ഇത് ആൾക്കാരെ പിടിച്ചിരുത്തും എങ്ങനെയുള്ള ഭയങ്കരമായിട്ടൊരു ചോദ്യമായിരുന്നു. ബട്ട് കണ്ടു തുടങ്ങിയപ്പോൾ സീരിയസ്ലി ഗൈസ്, നമുക്ക് അവർ ആ ഡ്യൂറേഷൻ ടൈം ഉണ്ടല്ലോ, ഒരു 1 ഹവർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു 5 ഹവേഴ്സിന് മണ്ടയ്ക്കുള്ള ഡ്യൂറേഷൻ ടൈം, സീരിയസ്ലി നമുക്കത് പോകുന്നത് അറിയത്തില്ല. നമുക്ക് ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഇനീഷ്യലി നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഓരോ ഹുക്കുകൾ കൊണ്ടിട്ട് നമ്മളിങ്ങനെ അടുത്ത എപ്പിസോഡിൽ ചാടിക്കുന്ന ഒരു ബ്രില്യൻ മേക്കിംഗ് ആണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ആ ഒരു 4th എപ്പിസോഡ് അവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അത് സ്റ്റിൽ അത്
അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലാണ് കൊണ്ടു നിർത്തിയത്. ഇനി ഇതിൻ്റെ ഒരു 4 എപ്പിസോഡോടെ വരാനുണ്ട്. ഐ തിങ്ക് 3 എപ്പിസോഡ് ക്രിസ്മസിന് അന്ന് ഇറങ്ങും. ദെൻ ദ ലാസ്റ്റ് എപ്പിസോഡ് ദ ഫിനാലെ വൺ ഐ തിങ്ക് ന്യൂ ഇയറിന് അന്നാന്ന് തോന്നുന്നു ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്ത് എല്ലാവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം കിട്ടുക. എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയ ഇത് തോന്നിയത് മില്ലി ബോണിയുടെ ക്യാരക്ടറിൻ്റെ ഒരിതാണ്. കാരണം ഒന്ന് പുള്ളിക്കാരുടെ ഡ്രസ് കോഡ്, അതായത് സൂപ്പർമാൻ്റെ കൂട്ട് ഡ്രസ്സിൻ്റെ മണ്ടയ്ക്ക് ഒരു അണ്ടർവെയർ, ഐ മീൻ അതുപോലത്തെ സാധനം, അത് അവിടുത്തെ എന്തെങ്കിലും ഇത് റെപ്രസെൻ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് അതുപോലത്തെ ഡ്രസ് കോഡ്. ദെൻ പുള്ളിക്കാരത്തി ഇതിനകത്ത് കുറച്ചധികം വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിക്കാരുടെ ഓട്ടം ആണെങ്കിലും ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും കുറച്ചധികം എന്താ പറയുക, പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഡ്രെയിനായി പെർഫോം ചെയ്യുന്നത് പോലൊരു തോന്നലുണ്ട്. അത് മാത്രമേ ഇനി ഇപ്പം കുറച്ചുകൂടെ ഓവർ കോൺഫിഡൻ്റ് ആണ്. അതായത് ഇനി അവർ ഒരു ബാക്കിയുള്ള 4 എപ്പിസോഡ് പൊളിച്ചെടുക്കും. കാരണം ഈ ഒരു 4 എപ്പിസോഡ് അവർക്ക് നമ്മളെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന 4 എപ്പിസോഡ് നമ്മളെ ഞെട്ടിച്ചിരിക്കും ഗൈസ്. സോ അതാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കണ്ടിട്ടില്ലാത്തൊരു മസ്റ്റ് കാണുക. ഞാൻ ഈ പറഞ്ഞതുപോലെ സീസൺ 2 ഒന്ന് കണ്ടിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ. ഇൻ കേസ് നിങ്ങൾക്ക് സീസൺ 1 to 4 വരെ കണ്ടിട്ട് ഇത് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ എന്തായാലും ഇനി ഒരു 1 month ടൈമുണ്ട് അടുത്ത പാർട്ട് ഇറങ്ങാനായിട്ട്. സോ യെസ് കേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.